ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു യാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഉമ്മയും ഉപ്പയും അതുപോലെ ഷെയും മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എവിടേക്കാ എന്നുള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാല്ലാ പറയാം. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും അതുപോലെ ചെറിയ ഷോപ്പിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും മുഴുവനായിട്ടും കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അന്നത്തെ ദിവസം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയത്, വെള്ളക്കൽത്തപ്പം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കുറച്ച് മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ വേഗത്തിൽ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് പണികളൊക്കെ വേഗത്തിൽ തീരും കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ തലേ ദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇനി ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ റെഡിയാക്കി വെക്കുകയാണ്. അവിടെ പയർ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്, അത് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് മീനും ഒക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ ഓരോരോ പണികൾ അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റൂട്ടീൻ ചേഞ്ച് ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തും ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം മോരുകറിയാണ് ഉണ്ടാക്കുന്നത്, വെള്ളരിക്ക വെച്ചിട്ടുള്ള മോരുകറിയാണ്. അപ്പോൾ അതൊക്കെ ഇതാ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വെള്ളക്കൽത്തപ്പം. അപ്പോൾ അത് നല്ല ഈസിയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ. വേഗത്തിലായി കിട്ടും. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുമ്പോൾ, കുക്കറിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. നമ്മൾ 10 മിനിറ്റ് അതിൻ്റെ സ്റ്റീം മുഴുവനായിട്ട് പോകാനും ഒക്കെ എടുക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഇതങ്ങനെയല്ല, ഇത് വേഗത്തിൽ ഈ നോൺ സ്റ്റിക്ക് പാനിലായി കിട്ടും. എനിക്ക് ഭയങ്കര ഈസിയാണ് ഈ ഒരു വെള്ളക്കൽത്തപ്പം ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തലേ ദിവസം രാത്രി ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഉണ്ടാക്കി വെക്കുമ്പോൾ കേടുവരൂലേ, ഫ്രിഡ്ജിൽ വെക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഞാൻ കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മോരുകറിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുമ്പോൾ തന്നെ അടുപ്പും കത്തിക്കും കേട്ടോ, ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറിനുള്ള അരി ഒന്ന് ഇടുകയാണ്. വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒന്ന് തിളച്ച വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കും കേട്ടോ അരി. നല്ലോണം അതിലൊരു പശപ്പശപ്പ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തെല്ലാം മായങ്ങളാണുള്ളതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് കറിവേപ്പില എടുത്ത് വരാം കേട്ടോ. ഉമ്മ വെച്ച കറിവേപ്പിലായിരുന്നു കേട്ടോ. അതിന് കുറേ തൈകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. തൈയിൽ നിന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ളത് കിട്ടും. അപ്പോൾ തൈയിൽ നിന്നാണ് അധികം കട്ട് ചെയ്തെടുക്കാറ്. പിന്നെ ഇതാ നമ്മളുടെ തൊടിയിലൊരു കുമ്പളങ്ങ വള്ളി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അതിലൊരു കവർ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളുടെ വീട്ടിലുണ്ടായിട്ടുള്ള മൈലാഞ്ചി മരമാണ് കേട്ടോ. കുറേ കാലമായിട്ടുള്ളതാണ്. ജസ്റ്റ് തൊടിയിൽ വന്നപ്പോൾ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും കറിവേപ്പിലേക്ക് എടുത്തു. അപ്പോൾ ഷെയിൻ്റെ പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ മോരുകറിയിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വെള്ളരിക്കൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളുടെ വീട്ടിൽ പച്ചമുളകാണ് കേട്ടോ അത്.
അപ്പോൾ ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ട്, അതുപോലെ പയറുപ്പേരി ആയിട്ടുണ്ട്, പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളരിക്ക വേവിക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഇതാ ഞങ്ങളിപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴേക്കും വെള്ളരിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അരപ്പൊക്കെ ഒഴിച്ചു. അപ്പോൾ ഈ ഒരു റൊട്ടീനൊക്കെ നമ്മളുടെ കൊറോണ വന്നതിന് ശേഷം നല്ലോണം ഡിസോർഡർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ആ ഒരു സ്കൂളൊക്കെ ഉള്ള സമയത്ത് ആ ഒരു റൊട്ടീന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എത്ര ദിവസം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, ഇതുവരെ അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കറി റെഡിയായി. അപ്പോഴേക്കും ഇതാ മക്കളൊക്കെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. നിതാലിത അവിടെ എഴുന്നേറ്റിട്ട് സോഫയിൽ വന്ന് കിടക്കുന്നു. മറ്റൊരാളിതാ ഇറങ്ങി വരുന്നുണ്ട്, നാവിദ്. പിന്നെ ഇതാ ഷെയ്സും ഷെസിനും ഒക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറ് ഊറ്റിയെടുത്തിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് കളയാറില്ല കേട്ടോ. അത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കുകയാണ് ചെയ്യാറ്. ഈ ഒരു പിങ്ക് പാത്രം ഈ പാത്രത്തിൽ ഒഴിക്കും. തലേ ദിവസത്താണിത്. കഞ്ഞിവെള്ളവും അതുപോലെ ചായപ്പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് തണുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ഇതാ ഇങ്ങനെ കറിവേപ്പിലൊക്കെ ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. നല്ല ഒരു വളമാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ ഇന്നത്തെ കഞ്ഞിവെള്ളം നമ്മളിതിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ചായപ്പൊടിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പിറ്റേ ദിവസം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ ചോറും കറിയും അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണുള്ളത്. അപ്പോൾ അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതുവരെയുള്ള പണികളൊക്കെ ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ലേറ്റ് ആവുന്നൊരു കാര്യമാണ്, മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നമുക്ക് പണികളൊക്കെ ലേറ്റ് ആക്കുന്ന ഒരു കാര്യം. അവരെ വിളിച്ച് ഇരുത്തി ബ്രഷ് ചെയ്യിപ്പിച്ചൊക്കെ ഇരുത്തണമെങ്കിൽ 1 മണിക്കൂർ മിനിമം പിടിക്കും. അങ്ങനെ ഇപ്പോൾ 11 മണിയൊക്കെ ആയിട്ടുണ്ട് ഈ മീനൊക്കെ ഒന്ന് മസാല പുരട്ടി വെക്കുമ്പോൾ. അപ്പോൾ ഇതാ ഹസ്കർക്ക് ഉപ്പയും കൂടെ മക്കളെയും കൂട്ടിയിട്ട് ചകിരിയൊക്കെ നമ്മളുടെ തേങ്ങ പൊളിച്ച് വെച്ചിട്ടുള്ള ചകിരിയൊക്കെ ഒന്ന് ടെറസിൻ്റെ മുകളിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പം കുട്ടികളെയും കൂട്ടി. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ശരിക്കും അവർ എല്ലാവരും കുളിക്കലൊക്കെ ചെയ്യാറാണ് പതിവ്. ഉമ്മ എല്ലാവരെയും വരിവരിയായിട്ട് കുളിപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് അവരുടെ കുളിയൊക്കെ ലേറ്റായിട്ടോ. അപ്പോൾ ഇന്ന് ഉമ്മ കുളിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ നല്ല തകൃതിയായിട്ട് പണിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ആ സമയം ഷെയ് അകത്തൊക്കെ അടിച്ചു വരാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം പണികളെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി മീനൊക്കെ പൊരിച്ചെടുക്കാനുള്ള പണിയേ ഉള്ളൂ.
അത് കഴിഞ്ഞാൽ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ ഒന്ന് കുളിപ്പിക്കണം. മക്കളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇനി ഷെയ്സിനെയും ഒക്കെ ഒന്ന് കുളിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കളുടെ ക്ലാസ്സും എക്സാമൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കാറുണ്ട് ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ സ്റ്റെപ്പിന്നെ അപ്പോൾ ഇത് ഞങ്ങളുടെ ജങ്ക് ഫുഡ് ബോയ് ആണ് കേട്ടോ. നമ്മൾ വെറുതെ അങ്ങനെ വിളിക്കുന്നതാണ് കേട്ടോ. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും ബേക്കറി ഐറ്റംസോ ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കിട്ടണം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാ ഷേസ് ഇവിടെ റിവൈസ് ചെയ്യാണ്. അപ്പോൾ അവർക്ക് അന്ന് ലാസ്റ്റത്തെ എക്സാം ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഷെസിൻ്റെയും ഷേസിൻ്റെയും ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ നാവിദിൻ്റെയും നിദാലിൻ്റെയും അവരുടെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് പ്ലാന്റ്സ് എല്ലാം ഒന്ന് നനച്ചു കൊടുക്കാനുണ്ടായിരുന്നു, ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ മീനും ഫ്രൈ ചെയ്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചിടണം. ഇവിടെ മാത്രമേ ഇനി ക്ലീൻ ചെയ്യാനുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നേരത്തെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അവരുടെ എല്ലാം ഒന്ന് അലക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനും ഷെയ്യൊക്കെ കുളിച്ചൊക്കെ വന്നു. അപ്പോൾ അതിനുശേഷം ഒരു മണിക്കൂറൊന്ന് മക്കൾക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാമാണ് അപ്പോൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണ്. അപ്പോൾ ലാസ്റ്റത്തെ എക്സാമാണ് ഷെസിനൊക്കെ. ഇപ്പോൾ മലയാളമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതായിരുന്നു. അപ്പോൾ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതായപ്പോൾ അവർക്ക് ഒരു 1:15 ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. 2 മണിക്കാണ് അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ വേഗത്തിൽ അവർക്കുള്ള ഫുഡൊക്കെ കൊടുക്കുകയാണ്. ഷേസിൻ്റെയും അതിൻ്റെയും എക്സാം 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കൾ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളും കഴിച്ച് പ്ലേറ്റുകളൊക്കെ വേഗത്തിൽ കഴുകി വെച്ചു. അപ്പോഴേക്കും 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മക്കളെ എക്സാമിന് ഇരുത്തി നമ്മളും എടുത്തിരുന്ന് കൊടുക്കണം. അപ്പോൾ അവരുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞൊരു ഗ്യാപ്പിൽ നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുപോലെ വേറെയും കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഞാനും ഷെയ്യും മക്കളും ഹസ്കർക്കും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് കുറുവ, നമ്മളുടെ അടുത്ത് തന്നെയാണ് കുറുവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നല്ല ബേക്കറി ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഒരു ട്രിപ്പ് പോകേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ പോകുമ്പോൾ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊരു ജങ്ക് ഫുഡ് ബോയ് ഉണ്ടെന്ന്, അവനൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. മക്കളെ പഠിപ്പിക്കാനുള്ള ഒരു സമയമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീട്ടിലൊന്നും സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവിടെ സ്പെഷ്യലായിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്ന ബേക്കറി ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടോടെ എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ പോയിട്ടാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ മലപ്പുറം ടൗൺ വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോവാണ്. അപ്പോൾ എനിക്കും ഷെയ്ക്കൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഷെയ്ക്ക് വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചതിന് ശേഷം അവളുടെ വീട്ടിൽ അവളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെയും മക്കളെയും അവളുടെ വീട്ടിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷേസക്കും എനിക്കും ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് വന്നാട്ടോ, മലപ്പുറത്ത്. ഷെയ്സിനും ഷെയ്ൻ്റെ വീട്ടിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എനിക്കും ഷേസക്കും അതുപോലെ ഷെയ്സിനും ഒക്കെ ചെരുപ്പ് വേണം. സ്ലിപ്പേഴ്സ് ആർക്കും ഇല്ല. എനിക്കും ഷേസക്കും നല്ലൊരു ചെരുപ്പ് എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് മലപ്പുറത്ത് ടൗണിൽ വന്നതാണ്.
അപ്പോൾ നമുക്ക് അതും കൂടെ വാങ്ങിച്ചിട്ട് പോവാം. ആക്ച്വലി ഞാൻ ഷോപ്പിംഗൊക്കെ ചെറിയ രീതിയിലൊക്കെ കാണിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളുടെ മാസ്ക് വെച്ചിട്ടുള്ള ഷോപ്പിംഗ് ഒട്ടും സുഖകരമല്ലാത്തൊരു ഷോപ്പിംഗ് ആണ്. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ അത് വെക്കാതെ നിവർത്തിയില്ലല്ലോ, നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അത് വെക്കാതെ നിവർത്തിയില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫുഡ് വെയർ നോക്കാൻ വേണ്ടിയിട്ട് മാക്സിലാണ് കേട്ടോ പോയത്. അവിടെ അധികം കളക്ഷൻ ഇല്ല, പക്ഷെ ഉള്ളത് നല്ല കളക്ഷൻസ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച ടൈപ്പിലുള്ളതൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ വേറെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഷെയ്യും മക്കളും ഷെയ്യിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ഷെയ്യിൻ്റെ ഉമ്മ കലത്തപ്പവും സാൻഡ്വിച്ചും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയും നല്ല അടിപൊളി കലത്തപ്പവും സാൻഡ്വിച്ചൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അത് അവിടുന്ന് തിരിച്ചു പോരുകയാണ്. ആക്ച്വലി ഞങ്ങൾ അരമണിക്കൂർ കൊണ്ട് പോയി വരാമെന്ന് പറഞ്ഞ ആളുകളാണ് കേട്ടോ. പക്ഷെ എല്ലാവർക്കും ചെപ്പലൊക്കെ തിരഞ്ഞെടുത്ത് വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ അപ്പോഴേക്കും 7 മണി ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഷെയ്സിനുള്ള ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ ഷെയ്സിനെയും നത്തനെയും അവൻ്റെ ഓൺലൈൻ ക്ലാസ് നോക്കാൻ ഏൽപ്പിച്ച് ഞാനും ഷെയ്യും കൂടെ മുകളിൽ പാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 1 ഡേ ഉള്ളൂ സ്റ്റേ ഇട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ എവിടേക്കാണെന്നുള്ളത് ഞാൻ സസ്പെൻസ് ആക്കി വെക്കാം, ഇപ്പോൾ പറയുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. നല്ല അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ ഇൻഷാ അല്ലാ അത് നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഷൂ ആണ് കേട്ടോ ഷേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഷേസ് ലാസ്റ്റ് ഷൂ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷൂ എടുത്തു. എനിക്കെടുത്ത ചെരുപ്പാണിത്. നല്ല സുഖമുണ്ട് ഇടാൻ വേണ്ടിയിട്ട്. ഷേസിന് സിമ്പിളായിട്ടൊരു സ്ലിപ്പർ പോലത്തെ അങ്ങനെ മതി എന്ന് പറഞ്ഞു. ഷെയ്സിന് അവന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിലിറ്ററി പ്രിൻ്റുള്ള ചെപ്പൽ വേണമെന്ന്. അപ്പോൾ അവന് അങ്ങനത്തെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലഗേജ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്. ബൈ.